ജാസ്മിനും അപ്സരയും തമ്മിലുള്ള വഴക്ക് ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് നമുക്ക്, പക്ഷെ അത് അവർക്ക് വലിയ കാര്യമായിരുന്നു. മഴയെ ആസ്വദിച്ച് പാട്ടും പാടി ഇരുന്ന രണ്ടുപേരാണ്. പെട്ടെന്ന് എനിക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. ജാസ്മിൻ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് ജാസ്മിനും, അപ്സരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് അപ്സരയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആര് പറഞ്ഞു ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ശരണി ചേച്ചി ഉണ്ടല്ലോ, റസ്മിൻ ഉണ്ടല്ലോ, അവരുണ്ടല്ലോ, ഗബ്രി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ജാസ്മിന് ഗബ്രി ഉണ്ടല്ലോ, ഞാൻ തന്നെ വന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴെന്ന് അപ്സര. അങ്ങനെ അത് പറഞ്ഞ് വലുതായി. രണ്ടുപേരും ട്രിഗറായി. രണ്ടുപേരും കുറേ നേരം അവിടെ ഇരുന്നിട്ട് വഴക്കുണ്ടാക്കി, ഒച്ച എടുത്ത് ബഹളുണ്ടാക്കിയൊക്കെ സംസാരിച്ച് അതിപ്പോഴും ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ ടിക്കറ്റ് ഫിനാലയിലേക്ക് ബോണസ് പോയിന്റ് നേടാനുള്ള അടുത്ത ടാസ്ക് വരുന്നത്. ടാസ്കിൻ്റെ ഇടയ്ക്കും നടന്ന വഴക്കിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്സരേൻ്റെ അമ്മ വരുന്ന സമയത്ത് അവർ തമ്മിൽ അങ്ങോട്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇവർ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അൻസിബ ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് അകത്തേക്ക് വിളിക്കുന്നത്. അങ്ങനെ 4 ടീമാണല്ലോ, 4 ടീമിൽ നിന്നും ഒരാൾ ജഡ്ജായിട്ട് വരണം. അങ്ങനെ പീപ്പിൾസ് റൂമിൽ നിന്ന് നോറ ജഡ്ജായിട്ട് വരുന്നു, ടണലിൽ നിന്ന് അപ്സര, നെസ്റ്റിൽ നിന്ന് ജാസ്മിൻ, അതേപോലെ ഡെന്നിൽ നിന്ന് റസ്മിൻ. ഇവർ 4 പേരുമാണ് വിധികർത്താക്കൾ. ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് ടാസ്ക് നടക്കുന്നത്. അപ്പോൾ ഈ ജഡ്ജസിന് തീരുമാനിക്കാം ആദ്യം ആരാണ് ഈ ടാസ്ക് ചെയ്യാൻ, ഏത് ടീമാണ് പോകേണ്ടതെന്നുള്ളത്. ഇവർ ഡിസ്കസ് ചെയ്താണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഈ 4 പേരും മാറി നിന്നിട്ട് തീരുമാനിക്കുന്നു ആദ്യം ഡെൻ പോകണം. ഡെന്നിൻ്റെ ജഡ്ജായിട്ട് പോകുന്നത് ടണൽ ടീമിൻ്റെ അപ്സരയാണ്. അങ്ങനെ ഇവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു. ടാസ്ക് ഇതാണ്. ആക്ടിവിറ്റി ഏരിയയിൽ ആദ്യം ഒരു തോണി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക. എന്നിട്ട് 2 കൈയിലും പ്ലേറ്റ് വെച്ചിട്ട് അതിൽ ഓരോ മുട്ടകൾ വീതം വയ്ക്കുക. ടയറുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ആദ്യം ടയറിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ കയറിൻ്റെ മേളിൽ കൂടെ പോവുക. വീണ്ടും ടയറിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് വടി വെച്ചിട്ടുണ്ട്, ആ വടീൻ്റെ അടിയിൽ കൂടെ നൂണ്ട് പോവുക. പിന്നെ സ്റ്റെയർ കയറി ഇറങ്ങി 2-3 കട്ടകൾ വെച്ചിട്ടുണ്ട്, ആ കട്ടകളിൽ ചവിട്ടിയിട്ട് തിരിഞ്ഞ് കുറച്ച് പുല്ലൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്, ആ പുല്ല് വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൂടെ ചവിട്ടി ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് കൊണ്ടുവന്ന് മുട്ടയിടുക. മുട്ട താഴെ പോകാൻ പാടില്ല. താഴെ പോകാതെ ഈ ഇത്രയും കാര്യങ്ങൾ കടന്നു കൊണ്ടുവന്നിടുക എന്നുള്ളതാണ് ടാസ്ക്. ആദ്യം ഡെന്നിന്ന് റസ്മിനും ജിൻഡോയും നന്ദനയുമാണ് മത്സരിക്കാൻ വരുന്നത്. അതിൽ റസ്മിനും പിന്നെ നന്ദനയും 2 മുട്ടകൾ വീതം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് കൊട്ടയിലിട്ടു. പക്ഷെ ജിൻഡോൻ്റെ കയ്യിൽ നിന്ന് അത് സ്ലിപ്പായിപ്പോയി. കുറച്ച് സമയമുള്ളൂ ഈ ടാസ്ക് ഫിനിഷ് ചെയ്യാൻ. അതിനുള്ളിൽ തന്നെ മാക്സിമം എത്ര മുട്ടകൾ ഇടാൻ പറ്റുമോ അത്രയും ഇടണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഡെൻ തിരിച്ച് ലിവിങ് റൂമിൽ വന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് ആര് പോകണം എന്നുള്ളത് ഈ വിധികർത്താക്കൾ വേണം തീരുമാനിക്കാൻ. അങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇവർ റൂമിൻ്റെ അകത്തേക്ക് പോകുന്നു. അതിൽ ജാസ്മിനും നോറയും ടണൽ ആദ്യം പോകണം എന്ന് പറയുന്നു. അപ്സരയും റസ്മിനും പറയുന്നു ഒന്നെങ്കിൽ പീപ്പിൾസ് ടീം പോകണം അല്ലെങ്കിൽ നെസ്റ്റ് പോകണം. കാരണം ടണലിൽ നിന്ന് ഇപ്പം ഞാൻ ജഡ്ജായിട്ടും പോയി, അപ്സര ജഡ്ജായിട്ടും പോയി, റസ്മിൻ മത്സരിക്കാനും പോയി. അപ്പോൾ പോവാത്തവർ നെസ്റ്റും പിന്നെ പീപ്പിൾസുമാണ്. അപ്പോൾ അവരിൽ ആരെങ്കിലും ഇനി അടുത്തത് പോട്ടെ എന്നുള്ളത്. പക്ഷേ ജാസ്മിനും പിന്നെ നോറയും പിടിയാലേ അവിടെ നിന്ന് മാറത്തില്ല, അവർക്ക് ടണൽ തന്നെ പോകണം. അങ്ങനെ അവസാനം അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് അതിൽ നോറയും റസ്മിനും കൂടെ അടിയായി. നോറ ഇതിനിടയ്ക്ക് നെസ്റ്റെന്നും കൂടി പറഞ്ഞായിരുന്നു, എന്നിട്ട് ഇപ്പം അത് മാറ്റിയതാണ് എന്നുള്ള രീതിയിൽ റസ്മിൻ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ അടിയായി. അവസാനം അപ്സര തന്നെ പറഞ്ഞു ശരി ഇത് എപ്പോഴായാലും ടണൽ പോകണം, അപ്പോൾ ഞങ്ങൾ തന്നെ പോവാം എന്നുള്ളത്. അങ്ങനെ ഭൂരിപക്ഷം ടണൽ പറഞ്ഞപ്പോൾ ടണൽ ടീം അടുത്തത് മത്സരിക്കാനായിട്ട് വരുന്നു. ടണൽ ടീമിൻ്റെ വിധികർത്താവായിട്ട് പോകുന്നത് ജാസ്മിനാണ്. മത്സരിക്കാനായിട്ട് അപ്സര, സിജോ, സായി. അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു. അതിൽ അപ്സര കൂളായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ, നേരെ കൊണ്ടുവന്ന് ആ പെട്ടിയിലിട്ടു ഇത്രയും ഇത് ക്രോസ് ചെയ്തിട്ട്. അതേപോലെ സായി ആദ്യം എടുത്തത് താഴെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ സായിയും 2 കൊണ്ടിട്ടു. അത് സിജോ വന്നപ്പോൾ പക്ഷേ സിജോ മാക്സിമം ഓൾമോസ്റ്റ് എത്താനായപ്പോഴത്തേക്കിനും ഇടയ്ക്ക് ഒരു കട്ടയിൽ നിന്നിറങ്ങി കാല് താഴ്ത്തു കുത്തി. അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിൻ്റെ പേരിൽ അവിടെ നിന്ന് വാക്ക് തർക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും ജാസ്മിനുമായിട്ട് വഴക്ക്. അങ്ങനെ ഇവർ പിന്നെ അപ്സരയും സായിയും ഈ 2 മുട്ടകൾ വീതം ഇട്ടിട്ട് അവർക്കും 4 മുട്ടയിട്ട് 4 പോയിന്റ്. അടുത്തത് മത്സരിക്കാനായിട്ട് വരുന്നത് പീപ്പിൾസ് റൂമിൽ നിന്നാണ്. അൻസിബ, നോറ, അതേപോലെ ശ്രീതു 3 പേരും വന്നു. 3 പേർക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 3 പേരുടെ കയ്യിൽ നിന്നും താഴത്ത് പോകായിരുന്നു. അങ്ങനെ അവർക്ക് 0 ഈ ടാസ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നെസ്റ്റാണ് വരുന്നത്. നെസ്റ്റിനും ഇതേപോലെ തന്നെ. നെസ്റ്റിൽ പക്ഷേ ആൾ കൂടുതലുണ്ടായിരുന്നു. ഋഷി, അഭിഷേക്, അർജുൻ, ജാസ്മിൻ. ഇവരുടെ വിധികർത്താവായിട്ട് പോകുന്നത് നോറയാണ് നെസ്റ്റിൻ്റെ. പക്ഷെ അവർക്കും ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല, അവർക്കും 0 ആണ് ഈ ടാസ്കിൽ. അർജുൻ ഓൾമോസ്റ്റ് അവിടെ അടുത്തെത്തിയിരുന്നു, പക്ഷേ കയ്യിൽ നിന്ന് പോയി. 2 മുട്ടയും താഴത്ത് വീണു. അവസാനം നെസ്റ്റ് കളിച്ച് മുട്ടയും അവസാനം തീർന്നു.
അങ്ങനെ ഇന്നത്തെ ടാസ്കിൽ 4 മുട്ടകൾ വീതം കറക്റ്റായിട്ട് നിക്ഷേപിച്ച് ഡെന്നും ടണലുമാണ് ഒന്നാം സ്ഥാനത്ത്. അവർക്ക് 3 പോയിൻ്റ് വീതം. ബാക്കി നെസ്റ്റിനും പീപ്പിൾസ് റൂമിനും 0.